നമസ്കാരം. കഴിഞ്ഞ നാളുകളിൽ വാക്സിൻ എടുത്തിട്ടും ഒരു പിഞ്ചു ബാലിക വിഷബാധയേറ്റ് മരണപ്പെട്ടത് കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. തെരുവുനായ നിയന്ത്രണത്തിൽ ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് കേന്ദ്രം പുറത്തിറക്കിയ പുതിയ വ്യവസ്ഥകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വ്യവസ്ഥകളിൽ ഇളവ് നേടി സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്. ആക്രമണകാരികളായ തെരുവുനായകളെ കൊല്ലുവാൻ കേന്ദ്രം അനുവാദം നൽകണമെന്ന് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വംശവർദ്ധനവ് നിയന്ത്രിക്കുവാൻ തെരുവുനായകളെ വന്ധ്യംകരണം ചെയ്യുവാനുള്ള ABC സെന്ററുകൾ എന്ന സംവിധാനം മാത്രമേയുള്ളൂ. അതിനും കർശനമായ വ്യവസ്ഥകൾ കേന്ദ്രം മുന്നോട്ട് വച്ചിരുന്നു. നിലവിൽ 15 അനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC കേന്ദ്രങ്ങളുണ്ട്. പുതുതായി 9 എണ്ണം കൂടി തുടങ്ങുകയാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ABC സെന്ററുകൾക്കായി പദ്ധതി സമർപ്പിച്ചുവെങ്കിലും പ്രാദേശികമായ എതിർപ്പുകൾ വളരെ ശക്തമാണ്. ജനസാന്ദ്രത കൂടുതലായതിനാൽ കേരളത്തിൽ തെരുവുനായകൾക്കായി ഷെൽട്ടർ ഹോമുകൾ എന്നതും ഇപ്പോൾ പ്രായോഗികമല്ല. ഇനി കണക്കുകളിലേക്ക് കടക്കാം. വന്ധ്യംകരണം നിലച്ചതും വാക്സിനേഷൻ പദ്ധതി പാളിയതും നായകൾ പെറ്റുപെരുകുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം യഥേഷ്ടം മാലിന്യങ്ങൾ ലഭിക്കുന്നതും നായകൾക്ക് കുശാലായി. കഴിഞ്ഞ വർഷം 3.16 ലക്ഷം പേർക്കാണ് നായയുടെ കടിയേറ്റത്. വിഷബാധയേറ്റ് കഴിഞ്ഞ വർഷം 26 പേർ മരണപ്പെട്ടു. ശരാശരി കണക്കിൽ ദിവസം 800-ന് മുകളിൽ പേർക്ക് കടിയേൽക്കുകയാണ്. 2024 കണക്ക് നോക്കിയാൽ തിരുവനന്തപുരത്ത് 50,870, കൊല്ലത്ത് 37,618, എറണാകുളത്ത് 32,086, പാലക്കാട് 31,303, തൃശ്ശൂർ 29,363 എന്നിങ്ങനെയാണ് നായകടി ഏറ്റതിൻ്റെ കണക്ക്. വയനാടാണ് ഏറ്റവും കുറവ്, 5,719. നേരത്തെ നായകളുടെ വന്ധ്യംകരണം നടത്തിയിരുന്നത് കുടുംബശ്രീ ആയിരുന്നു. എന്നാൽ 2023 പുതിയ ചട്ടപ്രകാരം ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ കുടുംബശ്രീക്കുള്ള അംഗീകാരം പിൻവലിച്ചു. ഇതോടെ പുതിയ ABC കേന്ദ്രങ്ങൾ തുടങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയായി. തെരുവു നായകൾക്കായി ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുവാൻ 2022 പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ശക്തമായ പ്രാദേശിക ജനരോഷം കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ അതിൽ നിന്ന് പിന്മാറി. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, സ്കൂൾ, ആശുപത്രി വളപ്പുകൾ തുടങ്ങി എവിടെയും നായ്ക്കൂട്ടം വിലസുന്ന അവസ്ഥയാണ് കേരളമെമ്പാടും. 2019 ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം 2,89,986 തെരുവുനായകൾ എന്നത് ഇപ്പോൾ 4 ലക്ഷത്തിലധികമായി കഴിഞ്ഞു. തെരുവുനായയുടെ കടിയേറ്റ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ ചെന്നാലും അവിടെ നിന്നും കടിയേൽക്കുന്ന അവസ്ഥയായി മാറിയിരിക്കുകയാണ്. തെരുവുനായയുടെ കടിയേറ്റതിൽ മുൻപന്തിയിൽ തിരുവനന്തപുരം ജില്ലയാണ്. ഇതിനിടെ നായകൾക്ക് സൗജന്യമായി വാക്സിനേഷൻ നൽകുവാനായി സന്നദ്ധ സംഘടനകളുമായി കരാർ ഏർപ്പെട്ടെങ്കിലും അതിലും പുരോഗതി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ തെരുവുനായ ഭീഷണി 100% കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. 2000-ന് മുകളിൽ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തിയ വെറ്റിനറി ഡോക്ടർമാരുടെ സാന്നിധ്യം ഓരോ ABC കേന്ദ്രത്തിലും നിർബന്ധമാക്കിയതും പുതിയ വന്ധ്യംകരണ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് തടസ്സമായിരിക്കുകയാണ്. അതുകൂടാതെ കൂടുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഓപ്പറേഷന് ശേഷമുള്ള വാർഡുകൾ, CCTV, ആംബുലൻസ്, ഐസൊലേഷൻ വാർഡുകൾ ഇവയെല്ലാം ABC കേന്ദ്രങ്ങളിൽ നിർബന്ധമാണ്. വീട്ടിൽ വളർത്തുന്ന നായകളേക്കാൾ അപകടകാരികളായി തെരുവു നായ്ക്കൾ മാറുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നായകൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്. വലിച്ചെറിയുന്നതും വഴിയോര കടകളിലെ അവശിഷ്ടങ്ങളും തെരുവു നായകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണ സ്രോതസ്സുകളായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഉയർന്ന അളവിൽ പ്രോട്ടീൻ ഭക്ഷണം ലഭിക്കുന്ന തെരുവു നായകൾക്ക് മറ്റു നായകളേക്കാൾ കരുത്തും വർദ്ധിക്കുകയാണ്. ഇതുകൂടാതെ ഇറച്ചിക്കടകളിൽ നിന്നും ലഭിക്കുന്ന പച്ചമാംസ അവശിഷ്ടങ്ങളും ഇവയെ അപകടകാരികളാക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയാണ്. ഇനി സർക്കാർ വന്ധ്യംകരണത്തിന് പകരം നായകളെ കൊല്ലാൻ തീരുമാനിച്ചാൽ മൃഗസംരക്ഷണ പ്രവർത്തകർ സമരത്തിനിറങ്ങും. പട്ടികളെ കൊന്നൊടുക്കുന്നത് കൊണ്ട് മാത്രം പരിഹാരം കാണാൻ കഴിയില്ലെന്നാണ് മനേക ഗാന്ധി വാദിക്കുന്നത്. കോടതി വിധികളും മൃഗസംരക്ഷണ നിയമങ്ങളും കാരണം തെരുവു നായ്ക്കളുടെ കാര്യത്തിൽ ഒരു പദ്ധതിയും നടപ്പിലാകുന്നതുമില്ല. വന്ധ്യംകരണം മാത്രം കൊണ്ട് തെരുവുനായ ഭീഷണി ഒഴിവാക്കുവാൻ പറ്റുമെന്ന് ഇന്നുവരെ വിജയകരമായി തെളിയിക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. വന്ധ്യംകരണം നടത്തിയ ശേഷം നായകളെ പിടികൂടിയ സ്ഥലത്ത് തന്നെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് നിയമങ്ങളും ചർച്ചകളും പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ കടിയേൽക്കുകയും ചെയ്യുന്നു. മനുഷ്യജീവനാണോ അതോ മൃഗസ്നേഹമാണോ വലുത് എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.